ആസ്പെർ ഫൗണ്ടേഷൻ ഒരുക്കുന്ന ആസ്പെർ ടു ഇൻസ്പയർ എന്ന എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേഡ് ഓഫിനെ കുറിച്ചാണ്. ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ മറ്റൊരു ഓപ്ഷൻ വിട്ടുകളയുന്നതിനെയാണ് ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്. ട്രേഡ് ഓഫ് ഉപയോഗിച്ച് എങ്ങനെ ഒരു ബിസിനസ്സിൽ അനുയോജ്യമായ ബെറ്റർ ഡിസിഷൻസ് എടുക്കാം, അതിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചാണ് ഇന്ന് പ്രസന്റ് ചെയ്യുന്നത്. അതിനായി നമ്മുടെ കൂടെയുള്ളത് നസ്രത്ത് ബിസിനസ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ NM മാത്യു സാറാണ്. സ്നേഹിതരെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എക്കണോമിക്സിലെ ഒരു ടേമാണ് ട്രേഡ് ഓഫ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് അത്. എവിടെയൊക്കെ നമുക്ക് റിസോഴ്സസ് സ്കേഴ്സാണോ അവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ടേമാണ് എക്കണോമിക്സിലുള്ള ആ ട്രേഡ് ഓഫ്. എന്താണ് ട്രേഡ് ഓഫ് എന്ന് വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ വീട്ടിൽ വേണമെങ്കിൽ ഭക്ഷണം പാചകം ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഫുഡ് ഒരു ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യാം. അപ്പോൾ ഭക്ഷണം നമ്മൾ വീട്ടിൽ പാചകം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കോസ്റ്റ് നമുക്ക് കുറവായിരിക്കും, പക്ഷേ കുറച്ചധികം സമയം നമ്മൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടൈം കുറച്ച് മതി, പക്ഷേ കോസ്റ്റ് കൂടുതലായിരിക്കും. ഇതേപോലെ സിറ്റുവേഷൻ അറൈസ് ചെയ്യുമ്പോഴാണ് ഈ ട്രേഡ് ഓഫ് എന്ന കോൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതും അതേപോലെ തന്നെ അതിൻ്റെ കോൺസിക്വൻസസ് എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. ബിസിനസ്സിലൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് അതിനെപ്പോഴും ഒരു റിസ്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ റിസ്ക് ഉണ്ടാവുമ്പോൾ ആ റിസ്ക് എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും. സാധാരണ ബിസിനസ്സിൽ റിസ്ക് എപ്പോഴും ബിസിനസ്സിൻ്റെ റിട്ടേണുമായിട്ട് റിലേറ്റഡ് ആണ്. അത് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ റിസ്ക് കൂടുതലാണ് എങ്കിൽ റിട്ടേൺ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ റിട്ടേൺ കൂടുതലാണ് എങ്കിൽ റിസ്ക് കൂടുതലായിരിക്കും. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ ചുറ്റുവട്ടമുള്ള കാര്യങ്ങളിലെല്ലാം കുറേ ആളുകൾ പറ്റിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവർക്ക് ആരെങ്കിലും വന്ന് പറയുകയാണ് 50% റിട്ടേൺ, അല്ലെങ്കിൽ 80% റിട്ടേൺ, അല്ലെങ്കിൽ 100% റിട്ടേൺ ഒരു കൊല്ലം കൊണ്ട് തരാം എന്ന് പറയുമ്പോൾ അതിൽ വീണു പോകുന്ന ആളുകളാണ് ആ റിസ്കിന് പാത്രമായി മാറുന്നത്. അപ്പോൾ ബിസിനസ്സിൽ എപ്പോഴും റിസ്ക് ഉണ്ട്, ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും റിസ്ക് ഉണ്ട്. അപ്പം നമ്മൾ രണ്ട് കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കണം. ഒന്ന്, ആ ബിസിനസ്സിൽ ആ ഒരു തീരുമാനം എടുക്കുമ്പം അതെത്രമാത്രം റിസ്ക് ഉണ്ട്, ആ റിസ്ക് നമുക്ക് ടോളറബിൾ ആണോ. അതുപോലെ തന്നെ ആ ഒരു ഡിസിഷൻ എടുക്കുമ്പം എന്തുമാത്രം റിട്ടേൺ നമുക്ക് കിട്ടും. ആ റിട്ടേണും റിസ്ക്കും തമ്മിൽ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബിസിനസ്സിൽ സാധാരണയായിട്ട് എപ്പോഴൊക്കെയാണ് പ്രധാനപ്പെട്ട ഡിസിഷൻ എടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അതിലൊരു കാര്യം കാപ്പക്സ് ഡിസിഷൻ്റെ ഭാഗമാണ്. അതായത് നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യണോ നമുക്ക് ഫാക്ടറി ആയിട്ട്, അല്ലെങ്കിൽ ഒരു മെഷീനറി നമ്മൾ വാങ്ങണോ, അല്ലെങ്കിൽ നമുക്കൊരു പ്രൊഡക്ഷൻ പ്രോസസ്സ് സെറ്റപ്പ് ചെയ്യണോ, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ വർക്കുകൾ നമ്മൾ മേടിക്കണോ. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ അതിനെപ്പറ്റി നന്നായി പഠിച്ചതിന് ശേഷം അതിൻ്റെ റിസ്ക് എത്രമാത്രം ഉണ്ട്, അതുകൊണ്ട് എന്തുമാത്രം ബെനഫിറ്റ് നമുക്ക് കിട്ടും. ഇന്നിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ എക്സ്പേർട്ടും ഡിസ്കൗണ്ടഡ് കാഷ് ഫ്ലോ മെത്തേഡ് ഉപയോഗിച്ച് തന്നെയാണ് ഒരു ക്യാപെക്സ് ഡിസിഷൻ്റെ വേണോ വേണ്ടയോ എന്ന തീരുമാനം എടുക്കുന്നത്. ഡിസ്കൗണ്ടഡ് കാഷ് ഫ്ലോ മെത്തേഡിൽ വരുവാണെങ്കിൽ IRR പൂർത്തിയാക്കിയതിന് ശേഷം ബാക്കി വരുന്ന പീരീഡ് എല്ലാം കമ്പനിക്ക് ഒരു സർപ്ലസ് ആയിട്ടുള്ള ഇൻകം തന്നെയാണ്. രണ്ടാമത്തെ ഡിസിഷൻ നമ്മൾ എടുക്കുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെ വേണമെന്നുള്ളതാണ്. അതായത് നമുക്ക് ഇക്വിറ്റി ആയിട്ട് കൊണ്ടുവരണോ, അതല്ലെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞ ഡെറ്റ് ഫണ്ട് വേണം. ഇക്വിറ്റി ആയിട്ട് കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഡെറ്റ് ഫണ്ട്. എന്താണ് ഇതുകൊണ്ടുള്ള ഡിഫറൻസ്? ഡെറ്റ് ഫണ്ട് എപ്പോഴും ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയർ ചെയ്യുന്നതാണ്. ഉദാഹരണമായിട്ട് 9% അല്ലെങ്കിൽ 10%
കോമ്പൗണ്ടഡ് പെർ മന്ത് ആയിരിക്കും അവർ കൊടുക്കുക. അത് എന്നാൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ അതായത് ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിൻ്റെ മുകളിൽ കിട്ടുന്ന റിട്ടേൺ നമുക്ക് 8% ഉള്ളൂ എങ്കിൽ 9% ഡെറ്റേഴ്സിന് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ 10% ഡെറ്റേഴ്സിന് കൊടുക്കുമ്പോൾ ആ ഷോർട്ട് ഫോൾ വരുന്ന 1% അല്ല 2% ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു ബാധ്യതയായി മാറുന്നതാണ്. അതുകൊണ്ട് ബിസിനസ്സിലൊരു തീരുമാനം, അതായത് ഈ ക്യാപെക്സ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് എന്തുമാത്രം ഇക്വിറ്റി വേണം, എന്തുമാത്രം ഡെറ്റ് വേണം. ഇക്വിറ്റിയാണ് 100% റിസ്ക് ബെയർ ചെയ്യുന്നത്. ഇക്വിറ്റി കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ ഡെറ്റിന് ഒരു റിസ്ക് അല്ലെങ്കിൽ ലയബിലിറ്റി എറൈസ് ചെയ്യുന്നുള്ളൂ. വേറൊരു ഡിസിഷൻ എടുക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷനാണ്. നമ്മൾ പ്രൊജക്റ്റ് ചെയ്തു അടുത്ത 5 കൊല്ലത്തേക്ക് ഒരു എവരി ഇയർ ഒരു 20% ടേൺ ഓവർ ഗ്രോത്ത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തു. അപ്പോൾ ടേൺ ഓവർ ഗ്രോത്ത് അടുത്ത 5 കൊല്ലത്തേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ അവൈലബിൾ ആക്കി വെക്കേണ്ടതുണ്ട്. ആ വർക്കിംഗ് ക്യാപിറ്റൽ ചിലപ്പോൾ റെസീവബിൾസ് എന്ന ഫോമിലായിരിക്കും, ചിലപ്പം അത് നമ്മുടെ ഇൻവെൻ്ററി ഫോമിലായിരിക്കും, അല്ലെങ്കിൽ കാഷ് അറ്റ് ബാങ്ക് ആ ഒരു രീതിയിലായിരിക്കും, അല്ലെങ്കിൽ അത് റിസീവബിൾ എന്ന രീതിയിൽ അത് മൈനസ് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ ഓരോരോ ഭംഗിയായ ഡിസിഷൻ എടുത്ത് റിസ്ക്കും റിട്ടേണുമായി ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ല ഒരു ഡിസിഷനായിരിക്കും നമുക്ക് വരുന്നത്. ഇത് കൂടാതെ വേറെ രീതിയിൽ ഡിസിഷൻ എടുക്കേണ്ടത് നമ്മുടെ ഡിവിഡൻഡ് ഡിസിഷനാണ്. കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ ആണ് എങ്കിൽ അവരെപ്പോഴും ഒരു ഡിവിഡൻഡ്, അത് സക്സസീവ് ഇയേഴ്സിൽ ഒരു നല്ല ഡിവിഡൻഡ് ആ ഒരു രീതിയിലേക്കായിരിക്കും എപ്പോഴും അവർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഡൈനാമിക് ആയിട്ടുള്ള ഒരു യങ്സ്റ്റേഴ്സിനെ നോക്കുന്ന സമയത്ത് അവരെപ്പോഴും ക്യാപിറ്റൽ അപ്രിസിയേഷൻ ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സമയത്തും ഞാൻ പറഞ്ഞ കൺസർവേറ്റീവായിട്ട് ഡിവിഡൻഡ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഇൻവെസ്റ്റേഴ്സിൻ്റേതും അതേപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഇൻട്രസ്റ്റ് നമ്മൾ സമദൂരത്തിൽ പരിഹരിക്കുകയും ഒരു ഓപ്റ്റിമം ലെവലിൽ ഡിവിഡൻഡ് പോളിസി നമ്മൾ കൊണ്ടുവരേണ്ടതും ആവശ്യമുണ്ട്. ഇവിടെയെല്ലാം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചാൽ നല്ല ഒരു ഡിസിഷൻ എടുക്കുക. ആ ഡിസിഷൻ എപ്പോഴും നമുക്ക് എന്ത് ഉണ്ടാവണം, അതിൻ്റെ റിസ്ക്കും റിട്ടേണും ഓപ്റ്റിമൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ ആ തീരുമാനമെടുക്കുന്നത്. അതുപോലെ തന്നെ വേറെ ഈ ഏരിയയിലൊക്കെ നമ്മൾ തീരുമാനമെടുക്കുന്ന സമയത്ത് അതിന് എത്രമാത്രം ബെനിഫിറ്റ് ഉണ്ട്, എത്രമാത്രം കോസ്റ്റ് വരും, അതിലെത്രമാത്രം നമുക്ക് സർപ്ലസ് ജനറേറ്റ് ചെയ്യാൻ കഴിയും, ഈ രീതിയിലുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് അനാലിസിസ് നടത്തിയതിന് ശേഷം നല്ലൊരു റിപ്പോർട്ടിൻ്റെ ബേസിലായിരിക്കണം ഈ ബെനഫിറ്റും കോസ്റ്റും അറൈവ് ചെയ്തിട്ട് ഒരു ഓപ്റ്റിമം പൊസിഷനിലേക്ക് കൊണ്ടുവരേണ്ടത്. അതേപോലെ തന്നെ മൂന്നാമത്തേത്, ഈ നമ്മളെപ്പോഴും ഒരു ബിസിനസ് ചെയ്യുന്നത് അതൊരു ഗ്രോത്ത് മൈൻഡോട് കൂടിയാണ് എങ്കിൽ നമുക്ക് ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. ആ സ്ട്രാറ്റജി അനുസരിച്ചായിരിക്കും നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസിഷൻ ആ സ്ട്രാറ്റജിക്ക് അനുകൂലമാണോ, അതിനോട് അലൈൻ ചെയ്താണോ പോകുന്നത് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഏത് തീരുമാനം എടുത്തു, നമ്മളിപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാത്തതിനേക്കാൾ കൂടുതലൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിനെ സഫർ ചെയ്യുന്ന രീതിയിലൊരു ഡിവിഡൻഡ് പോളിസി കൊണ്ടുവരിക, അപ്പോൾ അല്ലെങ്കിൽ ധാരാളം വർക്കിംഗ് ക്യാപിറ്റൽ അവൈലബിൾ ആക്കി ഇടുക, ഇതെല്ലാം ഞാൻ പറയുന്നത് ഒരു റോങ് ഡിസിഷൻ ആയിരിക്കും. അപ്പം നമുക്ക് എപ്പോഴും വേണ്ടത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഓർഗനൈസേഷന് ഫിറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ്റെ ഇൻട്രസ്റ്റിന് മാച്ചാവുന്ന ഒരു ഡിസിഷൻ തന്നെയായിരിക്കണം നമ്മൾ എടുക്കുന്നത്. എപ്പോഴും നമ്മുടെ തീരുമാനം വരേണ്ടത് നല്ല വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മോഡലിലേക്ക് നമ്മളൊരു ബേസ് ക്രിയേറ്റ് ചെയ്തിട്ട്
അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മുടെ ഓരോ ഡിസിഷനും ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട് എന്നും ആ കോസ്റ്റ് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിൻ്റെ ബെനഫിറ്റും അതുപോലെ തന്നെ ആ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു. ആ ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിന് അത് സഹായകരമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതും നമുക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് അതിന് പ്രാപ്തിയുള്ള ആളുകൾ അത് എല്ലാ വശങ്ങളും മനസ്സിലാക്കി ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ നമ്മൾ ഒരു 4-5 ഓപ്ഷൻ വന്നു, അതിലൊരു ഓപ്ഷൻ മാത്രം നമ്മൾ ഉൾക്കൊള്ളുന്നു, മറ്റ് 4 പോകുന്നു. അപ്പം നമ്മൾ 4 റിജക്റ്റ് ചെയ്യാനുള്ള, അതായത് ഒരു സാക്രിഫൈസ് ചെയ്യുവാണ്. ആ സാക്രിഫൈസ് ചെയ്യാൻ നമുക്ക് എങ്ങനെ കഴിയും എന്ന് തീരുമാനിക്കുന്നത് നല്ലതാണ്. ചില സമയത്ത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് എറൈസ് ചെയ്യാറുണ്ട്. അവിടെ ധാരാളം ഓപ്ഷൻസും ഉയർന്നു വരാനുണ്ട്. അങ്ങനെയുള്ള സർക്കംസ്റ്റൻസസിൽ ഓരോ ഓപ്ഷനും നമ്മളൊരു സ്കോർ കാർഡിൽ അതിൻ്റെ പ്ലസും മൈനസും അറൈവ് ചെയ്തുകൊണ്ട് ആ ഓരോ ഓപ്ഷനിലും പ്ലസും മൈനസും അറൈവ് ചെയ്തിട്ട് നല്ലൊരു ഡിസിഷൻ സ്കോർ കാർഡ് ബേസിൽ നമുക്ക് നല്ലൊരു ഡിസിഷൻ കൊണ്ടുവരാനും സാധ്യമാണ്. അപ്പോൾ ഈ ട്രേഡ് ഓഫ് എന്ന എക്കണോമിക് ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മുടെ ബിസിനസ്സിൻ്റെ സക്സസ്സിനെ, ഗ്രോത്തിനെ സഹായിക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോസുമായി വരുന്നത് വരെ താങ്ക് യു.